പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകിയല്ലോ. സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ദൈവസേനയിൽ കടന്നു വരുന്നതും വചനം ശ്രദ്ധിക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്നതാണ്. ഇന്ന് പകൽവേളയിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് എന്നെ കാണുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. സ്തോത്രം. ആകയാൽ നമുക്ക് സന്തോഷത്തോടെ ദൈവസേനയിൽ നമുക്കായിരിക്കാം. ഇന്ന് പകൽവേളയിലെ ഒരു ചെറിയ ധ്യാനത്തിനായിട്ട് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനം ഞാൻ വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവസഭയിലെ ജനത്തോട് ഓർപ്പിക്കുന്ന ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് പറയുകയാണ്. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് പറയുന്നത്: സകലവും നന്മയ്ക്കായി നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില നന്മകൾ തരിക എന്നുള്ളതാണ്. അത് ഒന്നോ രണ്ടോ അല്ല, നിങ്ങൾക്ക് വേണ്ടതായ സകല നന്മകളും തരുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരൊക്കെ അപ്രാപ്തരാണ്. മനുഷ്യർക്ക് നമ്മളെ സഹായിക്കുവാനോ നമ്മളെ സ്നേഹിക്കുവാനോ ഒക്കെ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു, നന്മയുടെ ഉറവിടമാണ് ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ നിന്നും നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന നന്മയുടെ ആ അഭിഷേകം, നന്മയുടെ ആ അനുഗ്രഹം, അത് പരിമിതിയില്ലാത്തതാണ്, അത് അളവില്ലാത്തതാണ്. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സകലതും നിങ്ങൾക്ക് നന്മയാക്കി തീർക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കഷ്ടതകളെ ദൈവം നിങ്ങൾക്കൊരു നന്മയാക്കി തീർക്കാൻ പോകുകയാണ്. നിങ്ങളുടെ നിരാശകളെ ദൈവം ഒരു നന്മയാക്കി തീർക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ചില ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്കൊരു നന്മയാക്കി തീർക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നിരാശ കൊണ്ടല്ല നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കേണ്ടത്, പ്രത്യാശ കൊണ്ട് നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. ഈ പകൽക്കാലം നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായി നിൽക്കുന്നത്, എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടായി കയറി വന്നത്, അതിനെയൊക്കെ ദൈവം നന്മയാക്കി തീർക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കണ്ണുനീര് ഒരു നന്മയിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം അത് നിങ്ങളെ നന്മയിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഭയമുണ്ടല്ലോ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ഭയത്തെ ദൈവം നന്മയിലേക്ക് നയിക്കാൻ പോകുക. സ്തോത്രം. നിങ്ങൾക്ക് ചില കടഭാരങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളെ ദൈവം ചില നന്മയിലേക്ക് നിങ്ങളെ നയിക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം നന്മയായി തന്നെ തീരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ദോഷമായിട്ടാണ് ചിലത് കൊണ്ടുവരുന്നെങ്കിലും സ്തോത്രത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറഞ്ഞോ, ദൈവം അതും എനിക്ക് നന്മയാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് വന്ന ഈ രോഗം, ഒരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പലവിധ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ കിടക്കയിലായിരിക്കാം നിങ്ങളിപ്പോൾ. നിങ്ങൾ മനോവിഷമമുള്ള ഒരു സഹോദരിയായിരിക്കാം, മനോവിഷമമുള്ള ഒരു സഹോദരനായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, ആ മനോവിഷമത്തെ ദൈവം നന്മയാക്കി തീർക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ഒരിക്കൽ കണ്ണുനീരൊക്കെ ഇന്നത്തെ പകൽവേളയിൽ അത് നന്മയാക്കി തീർക്കാൻ പോകുക. നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ ചിലപ്പോൾ ഭാരപ്പെടുന്ന ഒരു പിതാവോ മാതാവോ ആയിരിക്കാം. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങളുടെ മക്കളെ ദൈവം നന്മയിലേക്ക് കൊണ്ടുവരാൻ പോകുക. സ്തോത്രം. അതേ ധൂർത്തപുത്രൻ സകലതും അതേ നഷ്ടപ്പെടുത്തിയിട്ട് മടങ്ങി വന്നപ്പോൾ പിതാവിനുണ്ടായ സന്തോഷം പോലെ നഷ്ടപ്പെട്ടതിനെ ചിലതൊക്കെ അധികം നന്മയാക്കി നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. അതാ ഇവിടെ പൗലോസ് റോമാ വിശ്വാസികളോട് പറഞ്ഞ വചനം ഇതാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താ സകലതും നന്മയ്ക്കായി ദൈവം തീർക്കാൻ പോകുക. എനിക്ക് ഒറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്: നിങ്ങൾ ഇന്ന് പകൽവേളയിൽ ആരെയാ സ്നേഹിക്കുന്നത്? നിങ്ങൾ മാമോനെയാണോ, ലോക ദൈവങ്ങളെയാണോ, ലോകപ്രകാരമുള്ള ഏതെങ്കിലും വസ്തുക്കളെയാണോ, ഏതെങ്കിലും വ്യക്തികളെയാണോ? എന്താണ് നിങ്ങൾ അധികം സ്നേഹിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവയിലൊക്കെ അധികമായി
നിങ്ങൾ ഇപ്പോൾ കരുതുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയാക്കി തീർക്കാൻ പോകുകയാ. പത്രോസേ, നിന്റെ പടക് ദൈവത്തെ യേശുവിന് വിട്ടുകൊടുത്തത് നിനക്ക് നന്മയായി തീരാൻ പോകുകയാ. സ്തോത്രം. അതേ പ്രവാചക ശിഷ്യനെ നിന്റെ വീട്ടിനകത്ത് കയറ്റിയത് ആ കുടുംബത്തിനകത്ത് നന്മയായി തീർന്നത് പോലെ നിന്റെ കഷ്ടതയെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ചില ദൈവജനത്തോട് ദൈവാത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു. നിന്റെ ഈ കഷ്ടതയുടെ നാളുകളിലും നീ ദൈവത്തെ മറക്കാതെ നീ കൊടുക്കുന്ന ദശാംശം, എന്റെ ദൈവത്തിന് വേണ്ടി നിന്റെ ആരോഗ്യത്തെ നീ കൊടുക്കുന്നത്, നിന്റെ ഭവനം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്, നീ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നീ സമയം കണ്ടെത്തി ആരാധിക്കുന്നത്, നീ ആരാധിക്കുന്ന ആരാധനാലയത്തിന് നീ കൊടുക്കുന്നത്, നിന്റെ ആലയത്തിൽ നിൽക്കുന്ന ദൈവ ശുശ്രൂഷകന് ദൈവവേദന നീ കൊടുക്കുന്നത്, ദൈവത്തിന് നീ കൊടുക്കുന്നതെല്ലാം നഷ്ടമല്ല, അത് നന്മയായി ദൈവം തീർക്കും. ആകയാൽ വിശ്വസിക്കുക, ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്നേഹിക്കുന്ന സകലർക്കും ദൈവം നന്മ ചെയ്യും. അത് നിങ്ങളിലേക്ക് കടന്നു വരും. വിശ്വസിക്കുക, അത് നിങ്ങളിലേക്ക് ആ നന്മ ഒഴുകി വരുന്നു. വിശ്വാസത്തോടെ നിങ്ങൾ അത് ഏറ്റെടുക്കുക. ദൈവം നിങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്കും മറുപടി നൽകും. ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളിത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചു പറയുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് പകൽക്കാലം എല്ലാ നന്മകളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.